സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയത്തോടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് പറപ്പൂക്കര മുത്രത്തിക്കര ഗ്രാമത്തിന്റെ അഭിമാനമായ ഗംഗ. ഇഷ്ട സർവീസായ IAS ലഭിക്കും വരെ കഠിന പരിശ്രമം തുടരാനാണ് ഈ മിടുക്കിയുടെ തീരുമാനം. പറപ്പൂക്കര പഞ്ചായത്ത് 14-ാം വാർഡിൽ മുത്രത്തിക്കര കോടിയത്ത് ഗോപി ജയ ദമ്പതികളുടെ മകൾ ഗംഗയാണ് സിവിൽ സർവീസ് മോഹിച്ച് കഠിന പഠന വഴികളിലൂടെ നടന്ന് മികച്ച വിജയത്തിലേക്ക് എത്തിയത്. സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് ഉയർന്നുവന്ന ഗംഗ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. സ്കൂൾ കാലം മുതൽ തന്നെ സാമൂഹിക സേവന രംഗത്ത് തൽപരയായ ഈ മിടുക്കി വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് സിവിൽ സർവീസ് പരീക്ഷയിലെ 786-ാം റാങ്ക് എന്ന തിളക്കത്തോടെ. ആനന്ദപുരം സെന്റ് ജോസഫ്സ് പബ്ലിക് സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം. ഇരിങ്ങാലക്കുട SNHSSൽ +2 ശേഷം സെന്റ് ജോസഫ് കോളേജിലായിരുന്നു ബിരുദ പഠനം. കോളേജിൽ മാഗസിൻ എഡിറ്ററായിരുന്നു. പഠനകാലത്ത് NCC യൂണിറ്റിൽ സജീവ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഗംഗ പ്രളയകാലത്തെ സേവന പ്രവർത്തനങ്ങളിലും മലക്കപ്പാറ ആദിവാസി ഊരുകളിലെ ക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നതായി കോളേജ് അധികൃതർ പറഞ്ഞു. ഗംഗയ്ക്ക് സിവിൽ സർവീസ് രംഗത്തേക്ക് തിരിയാൻ മാർഗദർശികൾ ഉണ്ടായിരുന്നില്ല. ഡിഗ്രി പഠനകാലത്തെ ആഗ്രഹത്തിൽ വാശിയോടെ പഠിക്കുകയായിരുന്നു. 1 വർഷം തിരുവനന്തപുരത്തെ IAS അക്കാദമിയിൽ പഠിച്ചു. പിന്നീട് 4 വർഷം റീഡിംഗ് റൂമുകളിൽ ഒത്തുചേർന്ന് പഠനം. ഇതിനിടെ സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തും പഠനത്തെ ഒപ്പം കൂട്ടി. പ്രതിബന്ധങ്ങളിൽ പിന്മാറാൻ പലരും നിർബന്ധിച്ചെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ പഠനത്തിൽ മുഴുകുകയായിരുന്നുവെന്ന് UK-യിൽ പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവായ സഹോദരി ഗായത്രി പറഞ്ഞു. എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന കുടുംബമാണ് തന്റെ തണലെന്നും സാമ്പത്തികമായും മാനസികമായും അവർ അകമഴിഞ്ഞ് സഹായിച്ചുവെന്നും എല്ലാറ്റിനും അവസാനം അവരുടെ പ്രതീക്ഷകൾക്ക് വെളിച്ചമേകാനായി എന്ന ആത്മസംതൃപ്തിയാണ് തനിക്കുള്ളതെന്നും ഗംഗ പറയുന്നു. സിവിൽ സർവീസിൽ റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഇത് എൻ്റെ വിജയം മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ വിജയമാണ്. എനിക്ക് കിട്ടിയ സ്വീകരണവും നാട്ടുകാരുടെ സന്തോഷം എല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇനി ഇപ്പോൾ വരുന്ന സർവീസിൽ ജോയിൻ ചെയ്യണമെന്നും, സർവീസ് അലൊക്കേഷൻ വന്നിട്ടില്ല, ജോയിൻ ചെയ്യണമെന്ന് തന്നെയാണ് തീരുമാനം. പക്ഷേ എൻ്റെ IAS എന്ന സ്വപ്നം ഞാൻ വിടുന്നില്ല. തുടർന്ന് പഠിക്കും, വീണ്ടും എഴുതുക തന്നെ ചെയ്യും. ഗംഗയുടെ നേട്ടത്തിൽ ആഹ്ലാദത്തിൽ അമരുകയാണ് മുത്രത്തിക്കര ഗ്രാമം. പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളുമായി നാട് മുഴുവൻ ഒന്നിച്ചെത്തുമ്പോൾ അഭിമാനത്തിന്റെ നെറുകയിലാണ് പിതാവ് ഗോപിയും അമ്മ ജയയും. മകൾക്ക് ഇങ്ങനൊരു റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മക്കളെൻ്റെ അഭിമാനമാണ്. ഒരു സാധാരണ ഒരു കൃഷിക്കാരന് ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ വളരെ അഭിമാനമാണ്. വളരെ സന്തോഷിക്കുന്നു. നിലവിൽ റവന്യൂ സർവീസ് തിരഞ്ഞെടുത്ത ഗംഗ IAS എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഠിന പരിശ്രമം തുടരാൻ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ പിന്തുണയുമായി കുടുംബവും നാടും ഒപ്പമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിലെ മികച്ച വിജയത്തോടെ മുത്രത്തിക്കര ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗംഗ എന്ന മിടുക്കി. ഒരു IAS ഉദ്യോഗസ്ഥയായി ഭരണയന്ത്രം നിയന്ത്രിക്കുന്നതിൽ പങ്കാളിയാവുകയും ഒപ്പം അതുവഴി സമൂഹത്തിന് നന്മ ചെയ്യുകയുമാണ് ഗംഗയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുകളായി മാറട്ടെ ഈ വിജയം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.